സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത് നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ, ദെയർ ആർ 2 ടാപ്സ് ടു ഫിൽ എ ടാങ്ക് വിത്ത് വാട്ടർ. ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ 2 കുഴലുകളുണ്ട്. ഇഫ് ദ ഫസ്റ്റ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ് ദ ടാങ്ക് വുഡ് ഫിൽ അപ്പ് ഇൻ 10 മിനിറ്റ്സ്. ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. ഇഫ് ദ സെക്കൻഡ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ് ഇറ്റ് വുഡ് ടേക്ക് 15 മിനിറ്റ്സ് ടു ഫിൽ അപ്പ് ദ ടാങ്ക്. രണ്ടാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ ടാങ്ക് നിറയാൻ 15 മിനിറ്റ് വേണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്, ഇഫ് ദ ഫസ്റ്റ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്. ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു ടാങ്കിൽ 2 ടാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ 2 ടാപ്പിൽ ആദ്യത്തെ ടാപ്പ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്ക് 10 മിനിറ്റ് കൊണ്ട് നിറയും. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത്തെ ടാപ്പ് മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 15 മിനിറ്റ് കൊണ്ടായിരിക്കും ഈ ടാങ്ക് മുഴുവൻ നിറയണത്. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് 1 മിനിറ്റിൽ ഈ ടാങ്കിൻ്റെ എത്ര ഭാഗം വെള്ളം ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം, ഫസ്റ്റ് ടാപ്പ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കുഴൽ തുറന്നിട്ടുണ്ടെങ്കിൽ ദ എൻറ്റയർ ടാങ്ക് വിൽ ബി ഫിൽഡ് ഇൻ 10 മിനിറ്റ്സ്. അതായത് മുഴുവൻ ടാങ്ക് നിറയാൻ 10 മിനിറ്റ് വേണം. ദ പാർട്ട് ഫിൽഡ് ഇൻ 1 മിനിറ്റ്, അതായത് 1 മിനിറ്റിൽ നിറയുന്ന ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ എത്ര വരും? ഇത് 10 മിനിറ്റ് കൊണ്ടാണ് മുഴുവനായിട്ട് നിറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ടാങ്കിനെ 10 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. ഈ 10 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുമ്പോൾ 1 മിനിറ്റിൽ ഇത്രയും ഭാഗമാണല്ലോ നിറയുന്നത്. 2 മിനിറ്റിൽ ഇത്രയും നിറയും, 3 മിനിറ്റിൽ, പിന്നെ 4, 5 ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് 1 മിനിറ്റിൽ എത്ര ഭാഗം നിറയുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 1/10. അതായത് ഇത്രയും ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഇതിൻ്റെ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? 10ൽ 1 ഭാഗമാണല്ലോ. അപ്പോൾ നമുക്ക് പറയാം 1/10 പാർട്ടായിരിക്കും ഈ ടാങ്കിൽ വെള്ളം നിറയുന്നത്. മനസ്സിലായല്ലോ? ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്, ഇഫ് ദ സെക്കൻഡ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ് വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്. രണ്ടാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, സെക്കൻഡ് ടാപ്പ് മാത്രം തുറക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് രണ്ടാമത്തെ കുഴൽ മാത്രം തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാങ്ക് നിറയുന്നത് 15 മിനിറ്റ് കൊണ്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ നിറയുന്ന ഭാഗം നമ്മളടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുകയാണ്. ഈ ടാപ്പ് ക്ലോസ് ചെയ്യാണ്. ഒന്നാമത്തെ ടാപ്പ് ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത്തെ ടാപ്പ് ഓപ്പൺ ചെയ്യാണ്. രണ്ടാമത്തെ ടാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ 15 മിനിറ്റ് കൊണ്ട് ഇത് ഫുള്ള് നിറയും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്ര ഭാഗമായിരിക്കും നിറയുന്നത്? നേരത്തെ നമ്മൾ ഈ ഒരു ടാങ്കിനെ 10 തുല്യ ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടാണ് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് കാണേണ്ടത് 15 മിനിറ്റിലാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിനെ നമുക്ക് 15 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്തിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1/15 എന്ന് പറയാം. മനസ്സിലായല്ലോ? അതായത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഈ മുഴുവൻ ഭാഗത്തിൻ്റെ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1/15 ആണെന്ന് പറയാം. അപ്പോൾ അത് തന്നെയാണ് 1 മിനിറ്റിൽ നിറയുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ദ പാർട്ട് ഫിൽഡ് ഇൻ 1 മിനിറ്റ്, 1 മിനിറ്റിൽ നിറയുന്ന ഭാഗം ഈക്വൽ ടു 1/15. ഇതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഇഫ് ദ ബോത്ത് ടാപ്സ് ആർ ഓപ്പൺഡ് വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്. 2 കുഴലും തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 ടാപ്പും ഒരുമിച്ച് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം വെള്ളം നിറയുമെന്നാണ്. അപ്പോൾ നമുക്കിവിടെ പറയാം, ഇഫ് ബോത്ത് ടാപ്സ് ആർ ഓപ്പൺഡ് ദ പാർട്ട് ഫിൽഡ് ഇൻ 1 മിനിറ്റ്. 2 കുഴലും തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് നിറയുന്ന ഭാഗം. അപ്പോൾ ആദ്യത്തെ കുഴലാണ് തുറക്കുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് 1/10 ഭാഗവും, രണ്ടാമത്തെ കുഴൽ മാത്രം തുറക്കുമ്പോൾ 1/15 ഭാഗമാണ് അല്ലേ. അപ്പോൾ രണ്ടും കൂടി ഓപ്പൺ ചെയ്യാന്നുണ്ടെങ്കിലോ, രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കിവിടെ എഴുതാം 1/10 + 1/15. അപ്പോൾ നമുക്കിവിടെ ഡിനോമിനേറ്റർ നോക്കാം. ഛേദം നോക്കുമ്പോൾ ഒരേപോലെയല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടേ? ഒരേപോലെ ആക്കിയതിന് ശേഷം വേണം ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ, രണ്ടും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 10ൻ്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് നോക്കാം. 10, 20, 30, 40, 50 അങ്ങനെ വരും. 15ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 15, 30, 45 അങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ പൊതുവായിട്ട് വരുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 30 ആണ് അല്ലേ. ആദ്യത്തെ ഗുണിതം വരുന്നത് 30 ആണ് വരുന്നത്. അതായത് 10 × 3 ആണ് 30
വരുന്നത് 15 ഇൻറ്റു 2 30 വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ സംഖ്യകളെ നമുക്ക് 30ൻ്റെ ടേമിലേക്ക് കൊണ്ടുവരണം അല്ലേ. ഡിനോമിനേറ്ററിനെ നമുക്ക് 30 എഴുതണം. അപ്പോൾ നമ്മൾ 10 ഇൻറ്റു 3 30 വരുമ്പോൾ ആ 3 കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെ അംശത്തിനെയും ഗുണിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, 1 ഇൻറ്റു 3 3, 10 ഇൻറ്റു 3 30. അതേപോലെ 15ൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് മാറ്റണ്ടേ. അപ്പോൾ 15 ഇൻറ്റു 2 30 വരുന്നത് അല്ലേ. ആ 2 കൊണ്ട് തന്നെ 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഗുണിക്കുമ്പോൾ നമുക്ക് വരുന്നത് 1 ഇൻറ്റു 2 2, 15 ഇൻറ്റു 2 30 വരുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, 1/10 പ്ലസ് 1/15. ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1/10ൻ്റെ സ്ഥാനത്ത് 3/30 പ്ലസ് 1/15 സ്ഥാനത്ത് 2/30 എഴുതാം. അതിന് ശേഷം നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 3 + 2 5 വരും, 30 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ 5/30 വരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് 5/30നെ ഒന്നും കൂടിയും ചെറിയ രൂപത്തിലേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഘടകങ്ങളാക്കാം ഇതിനെ അല്ലേ, ഫാക്ടേഴ്സ് ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം, 1 ഇൻറ്റു 5 5, 6 ഇൻറ്റു 5 30 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 5ഉം 5ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 1/6 നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി നമുക്കിതിൻ്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ബോത്ത് ടാപ്സ് ആർ ഓപ്പൺഡ്, ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ഫോർ ദ ടാങ്ക് ടു ബി ഫിൽഡ് അപ്പ്? 2 കുഴലും തുറന്നു വച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും? നമ്മൾ തൊട്ട് മുമ്പത്തെ കണക്കിൽ 2 ടാപ്പും തുറന്നു വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 1/6 ഭാഗം നിറയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മൾ ഈ ഒരു ടാങ്കിനെ 6 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചേക്കാണ്. അപ്പോൾ അതിൽ 1 മിനിറ്റ് കൊണ്ട് 1/6 ഭാഗമാണ് വെള്ളം നിറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്ര നിറയും, 2/6 ഭാഗം നിറയുമല്ലോ. 3 മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ 3/6, 4 മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ 4/6, 5 മിനിറ്റ് കൊണ്ട് 5/6, 6 മിനിറ്റ് കൊണ്ട് 6/6 ഭാഗം നിറയും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ ടാങ്ക് മുഴുവനായിട്ട് നിറയണമെങ്കിൽ 6 മിനിറ്റ് മതി. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം, ഇഫ് ബോത്ത് ദ ടാപ്സ് ആർ ഓപ്പൺഡ്, 2 കുഴലുകളും തുറക്കുകയാണെന്നുണ്ടെങ്കിൽ 1/6 1/6 പാർട്ട് ഫിൽഡ് ഇൻ 1 മിനിറ്റ്, 1 മിനിറ്റ് കൊണ്ട് 1/6 ഭാഗം നിറയും. 2/6 പാർട്ട് ഫിൽഡ് ഇൻ 2 മിനിറ്റ്സ്, 2 മിനിറ്റ് കൊണ്ട് 2/6 ഭാഗം നിറയും. ദെർഫോർ ഇൻ 6 മിനിറ്റ് 6/6 = 1. അപ്പോൾ എന്താ ചെയ്യുക, ടാങ്ക് ഫുള്ളായിട്ട് നിറയും അല്ലേ. 6 മിനിറ്റിൽ 6/6 = 1. അതായത് ഈ 1 ഉദ്ദേശിക്കുന്നത് ടാങ്ക് മുഴുവൻ നിറയുന്നതാണ് കേട്ടോ. അപ്പോൾ ടാങ്ക് മുഴുവൻ നിറയും. അങ്ങനെ നമുക്ക് എഴുതാം കേട്ടോ. 57ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫോർ ഈച്ച് ഫ്രാക്ഷൻ ഗിവൺ ബിലോ ക്യാൻ യു മെൻ്റലി കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷൻസ് ടു ബി ആഡഡ് ടു മേക്ക് ഇറ്റ് 1? ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ ഭിന്നസംഖ്യയോടും കൂട്ടിയാൽ 1 കിട്ടുന്ന ഭിന്നസംഖ്യ മനക്കണക്കായി പറയാമോ? ഇവിടെ തന്നിട്ടുള്ള ഫ്രാക്ഷൻസ് 2/7, 4/7, 3/8, 3/10 ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മനക്കണക്കായിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഫ്രാക്ഷൻ തന്നിരിക്കുന്നത് 2/7 ആണ്. ഈ 2/7 കൂടി ഏതോ ഒരു ഭിന്നസംഖ്യ, ഏതോ ഒരു ഫ്രാക്ഷൻ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ 1 കിട്ടും. അപ്പോൾ നമുക്ക് അതിനെ മുമ്പ് ഒരു കാര്യം നോക്കാം. ഏതൊരു സംഖ്യയെയും നമ്മൾ ആ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ 1 ആണ് വരുന്നത് അല്ലേ. അതായത് 2ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, 5നെ 5 കൊണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 കിട്ടും. അതായത് ഏതൊരു സംഖ്യയും ആ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 1 ആണ് വരുന്നത്. നമുക്കിത് ചെയ്യുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ ഒരു ചതുരം വരച്ചിട്ടുണ്ട്. ഈ ഒരു ചതുരത്തിനെ 7 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ 2 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചതുരത്തിൻ്റെ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, 7ൽ 2 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇനി എത്ര ഭാഗം കൂടി ഷെയ്ഡ് ചെയ്യാനുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അതായത് ആകെ 7 ഭാഗത്തിൽ നിന്നും ഷെയ്ഡ് ചെയ്ത ഭാഗം 2 കുറച്ചാൽ മതി അല്ലേ. അതായത് 7 - 2 = 5. അപ്പോൾ ഇനി എത്ര ഭാഗമുണ്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട്? 5/7 ഭാഗം ഷെയ്ഡ് ചെയ്യാനുണ്ട്. അതായത് 7ൽ 5 ഭാഗം കൂടി ഷെയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചതുരം മുഴുവനായിട്ട് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 2/7ൻ്റെ കൂടെ പ്ലസ് 5/7 ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം 1 ആണ് കിട്ടേണ്ടത്. അതായത് ഇത് മുഴുവൻ ഷെയ്ഡ് ചെയ്തു നമുക്ക് ഇന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ, 7 ആണ് വന്നിരിക്കുന്നത്. ആ 7 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ന്യൂമറേറ്റർ 2 + 5, അതായത് അംശത്തിനെ മാത്രം നമുക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ 2 + 5 എന്ന് പറഞ്ഞാൽ
7 വരുന്നത്. അപ്പോൾ 7/7 എന്ന് പറഞ്ഞാൽ ആൻസർ വരുന്നത് 1 ആണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താ? ഈ ഒരു ചതുരം മുഴുവനും ഷെയ്ഡ് ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത്. 2/7 കൂടെ 5/7 ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആൻസർ 1 വരും. അതായത് 2/7 പ്ലസ് 5/7, അതായത് ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുക കേട്ടോ, അംശങ്ങൾ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2 + 5 7 ആണല്ലേ. അപ്പോൾ 7/7 എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. അടുത്ത് തന്നിട്ടുള്ളത് 4/7 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടലാണ് 7 അല്ലേ. അപ്പോൾ നമുക്ക് 7-ൽ നിന്നും 4 മൈനസ് ചെയ്യാം. അപ്പോൾ 7 - 4 = 3 വരും. അപ്പോൾ നമുക്കിവിടെ 4/7 പ്ലസ് 3/7 = എന്ത് വരും? 4 + 3 7 ആണല്ലോ. 7/7 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഡിനോമിനേറ്ററിൽ നിന്നും ന്യൂമറേറ്റർ മൈനസ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. അതായത് 3/8 കൂടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 8 - 3 = 5 അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം 3/8 പ്ലസ് 5/8 = 3 + 5 എത്രയാണ്? 8 ആണല്ലോ. 8/8 എന്ന് പറയുമ്പോൾ 1 ആണ് ആൻസർ വരുന്നത്. അടുത്തത് നാലാമത്തേൽ തന്നിട്ടുള്ളത് 3/10. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 10 - 3 = 7 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 3/10 പ്ലസ് 7/10 = 1 വരും. മനസ്സിലായല്ലോ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.